നിങ്ങൾക്ക് 2016 വന്നതുപോലെ അല്ലല്ലോ ജനങ്ങൾ ഇപ്പോൾ വരുന്നത്. 2016 60,000 ആൾ വന്നാൽ ഇന്ന് 2 ലക്ഷം ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ 2016 മാസ്റ്റർ പ്ലാൻ ഇന്ന് നടപ്പിലാക്കിയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയ്യപ്പ സംഗമം നടത്തിയോ പറയുകയാണ്, അയ്യോ അത് നടത്തരുത്, അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പറയണ്ടേ, ഞാനെന്താണ് പറയുന്നത്, എല്ലാം രാഷ്ട്രീയമായി കണ്ണടച്ച് ഇരുട്ടാക്കും. രാഷ്ട്രീയമായി എല്ലാം എന്താണ് രാഷ്ട്രീയം ഇച്ഛാശക്തി. ഇപ്പം ഇന്ന് ഹൈക്കോടതിയുടെ തീരുമാനമുണ്ടല്ലോ, ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ്. എന്ത് തീരുമാനമാണ്? ദേവസ്വം മന്ത്രിക്ക് അതിനെക്കുറിച്ച് ഇടപെടാൻ കഴിയും. ഒരു ദേവസ്വം ബോർഡ് മന്ത്രി പ്രസിഡൻറ്റിനടക്കം സർക്കാർ സംവിധാനങ്ങളിൽ ഇടപെടണമെങ്കിൽ ഒരു ഇവിടുത്തെ സർക്കാർ സംവിധാനം നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല എന്ന്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല. ഇതിനൊരു ഏകോപനം വേണം. ഇത് പോലീസ് ഇടപെടണം, ഇതിനകത്ത് MVD ഇടപെടണം, ഇതിന് മോട്ടോർ വാഹന വകുപ്പ് വേണം, ഇവിടുത്തെ ഫയർഫോഴ്സ് ഇടപെടണം. ഇതിനെയൊക്കെ ആര് കോടീകരിക്കും? ഫയർഫോഴ്സിൻ്റെ മേധാവിയോടെ നിൽക്കാൻ പോകുന്നില്ലല്ലോ. MVDൻ്റെ മോട്ടോർ വകുപ്പിൻ്റെ കമ്മീഷണറോടെ പോയി നിൽക്കാൻ പോകുന്നില്ലല്ലോ. നിൽക്കാൻ പോകുന്നുണ്ടോ? അവിടെ ഫയർഫോഴ്സിൻ്റെ DGP അവിടെ പോയി നിൽക്കാൻ പോകുന്നുണ്ടോ? ഒന്നും പോകുന്നില്ലല്ലോ. ഇതിനെ ആരെങ്കിലും ഒരു ക്രോഡീകരിക്കണ്ടേ? ആ ക്രോഡീകരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനം എടുത്താൽ തന്നെ അവരെന്താ പറയുക, ഞങ്ങൾക്ക് നോട്ടീസ് വരട്ടെന്ന് പറയും. അവിടെ വെയിറ്റ് ചെയ്യും. കാരണം എന്താ, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെക്കാളും വല്ല പോസ്റ്റിലിരിക്കുന്ന ആളാണ് അപ്പുറം DGP.